ഹായ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഷർട്ടിൻ്റെയൊക്കെ പാക്കിൽ വരുന്ന ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഉള്ളിലായിട്ടും ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടേ. അതിലേക്കായിട്ട് ഒരു വീലിൻ്റെ ഷേപ്പും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് കട്ടും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വൂളൻ ത്രെഡ് എടുക്കണം. വൂളൻ ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഒന്ന് വീൽസിൻ്റെ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീൽസിൻ്റെ ഉള്ളിലായിട്ട് പച്ചയും പിന്നെ വീൽസിൻ്റെ പുറത്തായിട്ട് റെഡ് കളറുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് അത് ഒരു ഹാങ്ങിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതും ഒരു സൂപ്പർ വർക്കായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നമ്മുടെ ഫ്ലവേഴ്സും കൂടിയൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടുത്ത് റെഡ് കളറിലുള്ള ത്രെഡ് ചുറ്റിച്ചു കൊടുക്കുകയാണ്. മാക്സിമം നമുക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ചുറ്റിച്ചെടുക്കാം. അത്യാവശ്യം തിക്കായിട്ടൊന്ന് കെട്ടിയെടുത്താൽ ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ ഉള്ളിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ലായിട്ട് സൂപ്പറായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഫുള്ള് വന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാപ്പൊന്നും കാണുന്നില്ല. ആ ഇടയ്ക്കുള്ള വശത്തെല്ലാം നമുക്ക് പൂ കൊണ്ട് ഫില്ല് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് ചുറ്റിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പൂക്കളും കൂടി എടുക്കാം. ഇതുപോലെ കുറേ കളർ പേപ്പർ കൊണ്ടുള്ള പൂക്കൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. അതിനായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിന് കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് രണ്ട് വശവും ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനെ ഒന്ന് നിവർത്തിയെടുത്തിട്ട് ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഇതളങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കത്രിക കൊണ്ട് തന്നെ തുമ്പെല്ലാം അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ കൊണ്ട് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇത് നടുക്കായിട്ട് തെർമോക്കോളിൻ്റെ ബോളും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും പൂക്കളൊന്നും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള നമ്മുടെ ചാർട്ടിൻ്റെയൊക്കെ ഒരു ഷേപ്പിന് വരുന്ന ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ. അതിനടുത്തത് ഇതുപോലെ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കറിവേപ്പിലേക്ക് ഇല്ലേ അതുപോലത്തെ ഒരു ലീഫാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് നല്ലൊരു ഷേപ്പും കൂടെ ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് കത്രികയുടെ പിടി കൊണ്ട് തന്നെ ഇതുപോലെ പിടിയല്ല കത്രികയുടെ ആ ഒരു വശം കൊണ്ട് തന്നെ ഇന്ന് ഷേപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലീഫും റെഡിയാണ്. ഇനി കുറച്ച് പൈപ്പിംഗ് കൂടെ ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്രീൻ കളർ പേപ്പർ ഇത്രയും വീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരു 2 എണ്ണം ഇങ്ങനെ ചെയ്ത് ഒത്തിരി നീളത്തിന് എടുക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ചപ്പിച്ചെടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാവേ. ഇനി ഈ ഗ്യാപ്പുള്ള വശത്തെല്ലാം നമ്മൾ ഫ്ലവർ ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഈ ഗ്യാപ്പുള്ള ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിട്ട് ബാക്കി വർക്ക് പൈപ്പിംഗ് ചെയ്തിരുന്നില്ലേ അതൊന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ പൂക്കളെല്ലാം ഗ്യാപ്പുള്ള ഭാഗത്തെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് എടുക്കാം. പൈപ്പിംഗ് മധ്യത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ താഴോട്ടുള്ള പൈപ്പിങ്ങിലെല്ലാം നമ്മുടെ പൂക്കളൊന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ലീഫ് എടുക്കാം. ലീഫെല്ലാം ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പകുതി പോർഷനോളം വീലിൻ്റെ ഭംഗിയും വരണം കാണാനായിട്ട്. പകുതി പോർഷൻ നമ്മുടെ പൂക്കളെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കണം. കുറച്ച് സൈഡിലായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് പൂക്കൾ ഇങ്ങനെ ഇറങ്ങി കിടക്കണം. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ പേപ്പർ കൊണ്ടാകുമ്പോൾ നമുക്ക് ഈസിയാണ്, വളരെ എളുപ്പം ചെയ്തെടുക്കാനും പറ്റും. കൊച്ചു കുട്ടികൾക്ക് പോലെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. അവർക്ക് സ്കൂൾ വെക്കേഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാകുമ്പോൾ ഇതുപോലത്തെ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ അവർ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലീഫും കൂടി ഇതിൻ്റെ ഇടയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലായിട്ട് തന്നെ ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലായിട്ട് വെച്ചാൽ അതിങ്ങനെ പൊന്തി നിൽക്കും, അതാകെ ഒരു വൃത്തികേടായി പോവും. അപ്പോൾ സൈഡിലായിട്ട് മാത്രം നമുക്ക് ലീഫെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ടും 1-2 പൂക്കളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ താഴോട്ടുള്ള ഏരിയസിലും ഇതുപോലെ പൂക്കളൊന്ന് വെച്ച് കൊടുക്കാം. ഒരു പീസ് കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിതെല്ലാം കളേഴ്സും മൾട്ടി കളേഴ്സ് എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ കളേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. എൻ്റെ കുഞ്ഞ് പുറകിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ കൈ കിട്ടിയാൽ ഇത് പപ്പടം പൊടിയും പോലെ ഇതെല്ലാം പരുവാക്കി തരും. അതുകൊണ്ട് അതായത് നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് കുട്ടികൾക്ക് പോലെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലെ കുട്ടികൾക്കും കൂടി ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ, സൂപ്പറായിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റൂമിൽ നമ്മുടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വർക്കുമായിട്ട് വീണ്ടും വരാം.